കഴിഞ്ഞ ദിവസമാണ് ന്യൂസിലാൻഡിനെതിരെയുള്ള ഏകദിന ക്രിക്കറ്റ് ടീമിനെ മുഖ്യ സെലക്ടറായ അജിത് അഗാർക്കർ പ്രഖ്യാപിച്ചത്. സ്വാഭാവികമായും വിവാദങ്ങൾക്കൊപ്പം തന്നെ ചില നല്ല തീരുമാനങ്ങളും അതിലുണ്ടാവുകയുണ്ടായി. പക്ഷേ എങ്കിലും ഒരുപാട് വിവാദങ്ങൾ നിറഞ്ഞ തീരുമാനങ്ങളും ആ ഒരു ടീമിലുണ്ടായിരുന്നു. ഇതിൽ തിരഞ്ഞെടുത്ത താരങ്ങളെക്കാൾ തിരഞ്ഞെടുക്കാത്തവർക്ക് എന്ത് അയോഗ്യതയാണ് ഉള്ളത് എന്നായിരുന്നു ടീമിനെ തിരഞ്ഞെടുത്തത് മുതലുള്ള ആരാധകരുടെ ചോദ്യം. ആ ചോദ്യങ്ങളിൽ കഴമ്പുണ്ട് താനും. ഒരു ഇല്ലോജിക്കലായിട്ടുള്ള നിരവധി സെലക്ഷനുകളും ഈ ടീമിൽ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഇക്കുറി നമുക്ക് ആ ടീമിനെ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം, ഒരു ഡീകോഡ് ചെയ്ത് നോക്കാം. ആഭ്യന്തര ക്രിക്കറ്റിൽ മിന്നും ഫോം പുറത്തെടുത്ത ഒരുപാട് താരങ്ങളെ ന്യൂസിലാൻഡിനെതിരായ ഏകദിന ടീമിൽ ഉൾപ്പെടുത്താത്തതിൽ വിമർശനം ഇപ്പോൾ തന്നെ ശക്തമായിട്ടുണ്ട്. പ്രധാനമായും മുഹമ്മദ് ഷമി, ഋതുരാജ് ഗെയ്ക്വാദ്, സഞ്ജു സാംസൺ, ദേവ്ദത്ത് പടിക്കൽ ഇങ്ങനെയുള്ള താരങ്ങളെ തഴഞ്ഞതിലാണ് ആരാധകരോഷം. ഇതിൽ സഞ്ജുവിനെ നമുക്ക് മാറ്റി നിർത്താം. ഇതിൽ ഓരോരുത്തരെയായി നോക്കുമ്പോൾ അവസാനം ഇന്ത്യ കളിച്ച ഏകദിന മത്സരത്തിൽ സെഞ്ചുറി നേടിയ താരമാണ് ഋതുരാജ് ഗെയ്ക്വാദ്. സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെയുള്ള ഏകദിന പരമ്പരയിലെ രണ്ടാം മത്സരത്തിൽ അന്ന് 83 പന്തിൽ 105 റൺസാണ്, സെഞ്ചുറിയാണ് അദ്ദേഹം നേടിയത്. 12 ബൗണ്ടറികളും 2 സിക്സറുകളും അന്ന് അദ്ദേഹം ആ ഒരു ഇന്നിങ്സിൽ ഉൾപ്പെടുത്തിയിരുന്നു. അപ്പോൾ അതിനുശേഷം നടന്ന മൂന്നാം മത്സരത്തിലും അദ്ദേഹം പ്ലേയിങ് ലെവലിൽ ഉണ്ടായിരുന്നെങ്കിലും ബാറ്റ് ചെയ്യാൻ അവസരം ലഭിച്ചിരുന്നില്ല. അങ്ങനെ ഒരു താരത്തെയാണ് ഈ ഏകദിന പരമ്പരയിൽ, അതായത് അവസാനം കളിച്ച മത്സരത്തിൽ സെഞ്ചുറി നേടിയ ഒരു താരത്തെ ഈ ടീമിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇതിലും കൗതുകം ഋഷഭ് പന്ത് ഈ ടീമിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. സെഞ്ചുറി നേടിയ താരത്തെക്കുറിച്ച് പറയുമ്പോൾ ഇതേപോലെ തന്നെ മുമ്പ് അവസാനം കളിച്ച ഏകദിന മത്സരത്തിൽ സെഞ്ചുറി നേടിയ താരമാണ് സഞ്ജു സാംസൺ. അദ്ദേഹത്തെയും ഈ അടുത്ത കാലങ്ങളിലായി ഏകദിന ടീമിൽ ഉൾപ്പെടുത്താറില്ല എന്നുള്ളത് മറ്റൊരു കാര്യം. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഋഷഭ് പന്തിലേക്ക് തിരിച്ചു വരുമ്പോൾ നമുക്കറിയാം, ശ്രേയസ് അയ്യരാണ് ഋതുരാജിന് പകരം ഈ ടീമിലേക്ക് വരുന്നത്. അപ്പോൾ അയ്യർ വരുമ്പോൾ അദ്ദേഹം വൈസ് ക്യാപ്റ്റനാണ്. അവിടെ കൂടുതൽ വിമർശിക്കാൻ നമുക്ക് സാധ്യതയില്ല. കാരണം അയ്യർ മികച്ച ഫോമിലായിരുന്നു ഇതിനു മുമ്പുണ്ടായിരുന്നത്. അതിനുശേഷം പരിക്ക് കാരണമാണ് അദ്ദേഹം കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെയും മാറി നിന്നത്. അയ്യർ ഈ ടീമിൽ തികച്ചും യോഗ്യനാണ് താനും. എന്നാൽ അയ്യരുടെ അഭാവത്തിൽ എന്തിനാണ് ഇന്ത്യ 4ാം സ്ഥാനത്ത് കഴിഞ്ഞ സൗത്ത് ആഫ്രിക്കൻ സീരീസിൽ ഋതുരാജ് ഗെയ്ക്വാദിന് അവസരം നൽകിയത് എന്നതൊരു ചോദ്യമാണ്. ഇങ്ങനെ സെഞ്ചുറി അടിച്ച് പുറത്താക്കാനാണ് എങ്കിൽ 4ാം സ്ഥാനത്ത് ആ സമയത്ത് ടീമിലുണ്ടായിരുന്ന ആ ഒരു പൊസിഷനിൽ കളിപ്പിക്കാൻ സാധ്യതയുണ്ടായിരുന്ന ഒരു താരം ഋഷഭ് പന്തായിരുന്നു. അപ്പോൾ പന്തിനെ എന്തുകൊണ്ട് ആ സീരീസിൽ 4ാം സ്ഥാനത്ത് കളിപ്പിച്ചില്ല എന്നുള്ളത് ചോദ്യമാണ്. പന്തിനെ ആ സീരീസിൽ 4ാം സ്ഥാനത്ത് കളിപ്പിച്ചിരുന്നെങ്കിൽ പന്തിന് കുറച്ചുകൂടി മാച്ച് പ്രാക്ടീസ് ലഭിക്കുമായിരുന്നു. ഋതുരാജ് ആവട്ടെ, ഫോമിലുള്ള ഋതുരാജ്, അദ്ദേഹം സെഞ്ചുറി നേടിയിട്ടും അദ്ദേഹത്തെ ഈ സീരീസിൽ ഒഴിവാക്കുകയും ചെയ്തു. അതുപോലെ മുഹമ്മദ് ഷമിയുടെ കേസ് നമ്മൾ പലപ്പോഴും പറഞ്ഞതാണ്. ഷമി നമുക്കറിയാം 2023 ഏകദിന ലോകകപ്പ് താരമാണ്. അതിനൊപ്പം തന്നെ കഴിഞ്ഞ ലോകകപ്പുകളിലെല്ലാം, ഏകദിന സീരീസുകളിലെല്ലാം 2015, 2019, 2023 ഈ 3 ലോകകപ്പുകളിലും ഇന്ത്യക്ക് വേണ്ടി ഏറ്റവും മികച്ച രീതിയിൽ, ഒരുപക്ഷെ ജസ്പ്രീത് ബുംറയെക്കാളും മികച്ച രീതിയിൽ പന്തെറിഞ്ഞ താരമാണ്. അദ്ദേഹം മികച്ച ഫോമിലായിരുന്നു പരിക്കിന് തൊട്ടു മുമ്പ് വരെ. 2023 ലോകകപ്പിന് ശേഷമാണ് അദ്ദേഹം പരിക്കിനെ തുടർന്ന് ടീമിൽ നിന്നും പുറത്തായത്. അതിനുശേഷം ചാമ്പ്യൻസ് ട്രോഫിയിൽ തിരിച്ചു വരികയും ആ സീരീസിൽ, ആ ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയ താരമാവുകയും ചെയ്തിരുന്നു വരുൺ ചക്രവർത്തിക്കൊപ്പം. എന്നാൽ അതിനുശേഷം അദ്ദേഹത്തെ പലപ്പോഴും അദ്ദേഹം ടീമിലേക്കുള്ള അവസരത്തിന് വേണ്ടിയുള്ള വാതിൽ മുട്ടിയെങ്കിലും അദ്ദേഹത്തെ ടീമിലേക്ക് അതിനുശേഷം ഒരിക്കലും ഉൾപ്പെടുത്തിയിരുന്നില്ല. അപ്പോൾ തന്നെ ആഭ്യന്തര ക്രിക്കറ്റിൽ കളിച്ച് തെളിയിക്കാനായിരുന്നു ഷമിയോട് സെലക്ടർമാരും അതുപോലെ കോച്ചും പറഞ്ഞിരുന്നത്. അതിനുശേഷം അദ്ദേഹം ആഭ്യന്തര ക്രിക്കറ്റിലേക്ക് മടങ്ങിയെത്തുകയും അവിടെ മികച്ച രീതിയിൽ, നമുക്കറിയാം രഞ്ജി ട്രോഫിയിലും വിജയ് ഹസാരെ ട്രോഫിയിലും ഒക്കെയും മികച്ച പ്രകടനം അദ്ദേഹം പുറത്തെടുത്തത് നമ്മൾ കണ്ടിട്ടുണ്ട്. മുഹമ്മദ് ഷമിയെ ഒഴിവാക്കിയതിൻ്റെ കാരണം ഇദ്ദേഹം മികച്ച ഫോമിൽ ഈ ഫോർമാറ്റുകളിലെല്ലാം, ആഭ്യന്തര ക്രിക്കറ്റിലെല്ലാം മികച്ച രീതിയിൽ പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടും എന്തിനാണ് അദ്ദേഹത്തെ ഒഴിവാക്കിയത് എന്നാണ് ഇപ്പോൾ ആരാധകർ ചോദിക്കുന്നത്. സത്യത്തിൽ ഷമി വിരമിക്കുന്നതാണ് നല്ലത് എന്നും ആരാധകർ ഇപ്പോൾ അടക്കം പറയുന്നുണ്ട്. കാരണം എത്ര മികച്ച രീതിയിൽ പെർഫോം ചെയ്തിട്ടും അദ്ദേഹത്തിന് ഈ ബുംറയുടെ അഭാവത്തിൽ തീർച്ചയായും അദ്ദേഹം ടീമിൽ അവസരം അദ്ദേഹം അർഹിച്ചിരുന്നു. പക്ഷേ അദ്ദേഹത്തെ ടീമിൽ എടുക്കുന്നില്ല എന്നുള്ള ഈ ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തെ വിരമിക്കുന്നതാണ് നല്ലത് എന്ന് ആരാധകർ തന്നെ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം രഞ്ജി ട്രോഫി, സയ്യിദ് മുസ്താഖ് അലി ട്രോഫി, വിജയ് ഹസാരെ ട്രോഫി, ഈ ടൂർണമെന്റുകളിൽ നിന്നെല്ലാമായി 16 മത്സരങ്ങളിൽ നിന്ന് 47 വിക്കറ്റുകളാണ് ഷമി, ആഭ്യന്തരം കളിക്കാൻ പറഞ്ഞുവിട്ട ഷമി നേടിയിട്ടുള്ളത്. എന്നിട്ടും അദ്ദേഹത്തെ ഇങ്ങനെ മാറ്റി നിർത്തുന്നു എന്നുള്ളത് പ്രധാനമായ ഒരു ചോദ്യമാണ്. ഹർഷിത് റാണ, പ്രസിദ്ധ് കൃഷ്ണ, മുഹമ്മദ് സിറാജ്, അർഷദീപ് സിംഗ് എന്നീ പേസർമാർക്കൊപ്പം പേസ് ഓൾറൗണ്ടറായ നിതീഷ് കുമാർ റെഡ്ഡിയാണ് ഈ പേസ് ഗണത്തിൽ ഇപ്പോൾ ടീമിൽ ഇടം നേടിയിട്ടുള്ളത്. ഷമിയെ ഒഴിവാക്കിയതിൽ ഇപ്പോൾ കടുത്ത വിയോജിപ്പാണ് ക്രിക്കറ്റ് ലോകത്ത് നിന്നുള്ളത്. അവസാനം കളിച്ച 5 മത്സരങ്ങളിലും 4ലും സെഞ്ചുറി നേടിയ മലയാളി താരം ദേവ്ദത്ത് പടിക്കലിനെയാണ് അവഗണിക്കപ്പെട്ട മറ്റൊരു താരം. അദ്ദേഹത്തെ ഈ ഒരു ടീമിലേക്ക് പരിഗണിച്ചതേയില്ല. വിജയ് ഹസാരയിൽ നമുക്കറിയാം കഴിഞ്ഞ 5 മത്സരങ്ങളിൽ 4ലും അദ്ദേഹം സെഞ്ചുറി കുറിച്ചിരുന്നു. ത്രിപുരക്കെതിരായ മത്സരത്തിൽ അദ്ദേഹം കഴിഞ്ഞ മത്സരത്തിൽ ഓപ്പണറായി ഇറങ്ങി 120 പന്തിൽ
108 റൺസാണ് അടിച്ചെടുത്തത്. അദ്ദേഹം ആദ്യ മത്സരത്തിലും 2ാം മത്സരത്തിലും 4ാം മത്സരത്തിലും അതിനുശേഷം 5ാം മത്സരത്തിലും കഴിഞ്ഞ ദിനം ത്രിപുരക്കെതിരെ സെഞ്ചുറി പൂർത്തിയാക്കിയതോടെ അങ്ങനെ 4 സെഞ്ചുറികൾ പൂർത്തിയാക്കുകയായിരുന്നു. 2 വീതം ടെസ്റ്റിലും 2020ലും ഇന്ത്യക്കായി മുമ്പ് കളിച്ചിട്ടുണ്ടെങ്കിലും ഇതുവരെ ഏകദിനത്തിൽ അരങ്ങേറ്റം അദ്ദേഹത്തിന് കുറിക്കാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ഈ ടീമിലേക്ക് വരുമ്പോൾ നായകനായി ശുഭ്മാൻ ഗിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. നമുക്കറിയാം, പരിക്കിനെ തുടർന്ന് കഴിഞ്ഞ സൗത്ത് ആഫ്രിക്കൻ സീരീസിൽ നിന്നും അതായത് 2ാമത്തെ ടെസ്റ്റിനിടയ്ക്ക് അദ്ദേഹം മാറിയിരുന്നു. അതിനുശേഷം T20 മത്സരങ്ങൾ കളിച്ചെങ്കിലും അതിനിടയ്ക്കും അദ്ദേഹത്തിന് പരിക്ക് ഉണ്ടായിരുന്നു. പിന്നീട് T20 വേൾഡ് കപ്പിലുള്ള ടീമിലേക്ക് അദ്ദേഹം എത്തുമെന്ന് കരുതിയെങ്കിലും അപ്രതീക്ഷിതമായി അദ്ദേഹത്തെ മാറ്റി നിർത്തുകയായിരുന്നു ചെയ്തത്. എങ്കിലും ഏകദിന ടീമിൽ അദ്ദേഹം ക്യാപ്റ്റനായി തിരിച്ചെത്തിയിട്ടുണ്ട്. ശ്രേയസ് അയ്യരും തിരിച്ചെത്തുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഈ മാസം 11-നാണ് ഈ ഇന്ത്യ-ന്യൂസിലാൻഡ് ഏകദിന പരമ്പരയ്ക്ക് തുടക്കമാകുക. ആകെ 3 മത്സരങ്ങളാണ് പരമ്പരയിലുള്ളത്. ശ്രേയസിന്റെ ഫിറ്റ്നസ് പരിശോധനകൾക്ക് വിധേയനാക്കിയിട്ടായിരിക്കും അദ്ദേഹത്തെ ടീമിൽ ഉൾപ്പെടുത്തുക എന്നും സെലക്ഷൻ കമ്മിറ്റി വ്യക്തമാക്കിയിട്ടുണ്ട്. രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ഏകദിന ടീമിൽ അവരുടെ സ്ഥാനം നിലനിർത്തിയപ്പോൾ റിസർവ് ഓപ്പണറായി യശസ്വി ജയ്സ്വാളിനെയാണ് ടീമിലെടുത്തത്. കുൽദീപ് യാദവ്, രവീന്ദ്ര ജഡേജ, വാഷിംഗ്ടൺ സുന്ദർ എന്നിവരാണ് ടീമിലെ സ്പിന്നർമാർ. KL രാഹുലാണ് വിക്കറ്റ് കീപ്പർ, പ്രധാന വിക്കറ്റ് കീപ്പർ. ജോലിഭാരം കുറക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് T20 ലോകകപ്പൊക്കെ കണക്കിലെടുത്തുകൊണ്ടാണ് ഓൾറൗണ്ടറായ ഹാർദിക് പാണ്ഡ്യയ്ക്കും അതുപോലെ പേസ് ബോളറായ ജസ്പ്രീത് ബുംറയ്ക്കും ഈ പരമ്പരയിൽ വിശ്രമം നൽകിയത്. ആദ്യ മത്സരത്തിന് ശേഷം 14-ാം തീയതി രാജ്കോട്ടിലാണ് 2ാമത്തെ മത്സരം, 18-ന് ഇൻഡോറിലാണ് 3ാം ഏകദിനം നടക്കുക. അപ്പോൾ ഈ ടീമിനെ മൊത്തത്തിൽ നോക്കുമ്പോൾ ന്യൂസിലാൻഡിനെതിരെയുള്ള ഏകദിന പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിൽ ശുഭ്മാൻ ഗിൽ ക്യാപ്റ്റൻ, രോഹിത് ശർമ്മ, വിരാട് കോഹ്ലി, KL രാഹുൽ, ശ്രേയസ് അയ്യർ വൈസ് ക്യാപ്റ്റനാണ്. അതുപോലെ വാഷിംഗ്ടൺ സുന്ദർ, രവീന്ദ്ര ജഡേജ, മുഹമ്മദ് സിറാജ്, ഹർഷിത് റാണ, പ്രസിദ്ധ് കൃഷ്ണ, കുൽദീപ് യാദവ്, ഋഷഭ് പന്ത്, നിതീഷ് കുമാർ റെഡ്ഡി, അർഷദീപ് സിംഗ്, യശസ്വി ജയ്സ്വാൾ എന്നിവർ ചേർന്നതാണ് ഈയൊരു ടീം. ഈ ടീം പ്രത്യക്ഷത്തിൽ ശക്തമാണെങ്കിലും അവഗണിക്കപ്പെട്ടവർ, മുഹമ്മദ് ഷമിയെ പോലുള്ളവർ, ദേവ്ദത്ത് പടിക്കലിനെ പോലുള്ളവർ, ഋതുരാജ് ഗെയ്ക്വാദിനെ പോലുള്ളവർ, തീർച്ചയായും അവരും പ്രമുഖർ തന്നെയാണ്. അവരും കഴിഞ്ഞ കാലങ്ങളിലായി അവസരം കിട്ടിയപ്പോഴൊക്കെയും മികച്ച രീതിയിൽ പെർഫോം ചെയ്തിരുന്നു.